വെൽക്കം ടു ഗ്രേറ്റ് അക്കാദമി. ഇന്ന് കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെട്രോളിയത്തെ കുറിച്ചും അതുപോലെ വിവിധ തരം സെല്ലുകളെ കുറിച്ചുമാണ്. അപ്പൊ അധികം സമയം കളയുന്നില്ല, വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇന്ന് കാണാനുള്ളത്? ആദ്യം പെട്രോളിയം, ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയം വിവിധ ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമായ ഒരു ഫോസിൽ ഇന്ധനമാണ്. എന്താ വിവിധ ഹൈഡ്രോ കാർബണുകളുടെ എന്ന് പറഞ്ഞാല്? കാർബണും ഹൈഡ്രജനും ഈ രണ്ട് മൂലകങ്ങൾ മാത്രം ചേർന്ന ഓർഗാനിക് കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്, ജൈവരാസ സംയുക്തമാണ് എന്ത്? ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി തന്നെ അങ്ങനെയാണ് അല്ലെ, ഹൈഡ്രോ കാർബണുകളെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ അതാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓർഗാനിക് കെമിസ്ട്രിയുടെ. അപ്പൊ ഇത്തരത്തിൽ വിവിധ ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമായ ഒരു ഫോസിൽ ഇന്ധനമാണ് എന്ത്? നമ്മുടെ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം എന്ന് പറയുന്നത്. ഇത് ഭൂമിക്ക് വളരെ അടിയിലുള്ള ദൃഢതയേറിയ പാറകൾക്കിടയിലാണ് കാണപ്പെടുന്നത്. ഇവിടെ നോക്കിയ ചിത്രം, ദൃഢതയുള്ള പാറ അല്ലെ, അതിന്റെ മുകളിൽ എന്തുണ്ട്? സമുദ്രജലമുണ്ട്. അതിന്റെ മുകളിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കാണപ്പെടുന്നത്. ഇത് ഓയിൽ ഡ്രില്ലിംഗ് റിഗ് കൊണ്ട് വലിച്ചെടുക്കുന്നുണ്ട്. അതിന് തൊട്ടു മുകളിലായി പ്രകൃതിവാതകം കാണുന്നു. ഈ പ്രകൃതിവാതകം നാച്ചുറൽ ഗ്യാസ് ഡ്രില്ലിംഗ് റിഗ് കൊണ്ട് വലിച്ചെടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് ദൃഢതയുള്ള പാറയാണ്, അതിന് മുകളിൽ മൃദുവായിട്ടുള്ള പാറ, അതിനു മുകളിലാണ് എന്തുള്ളത്? ഭൂവൽക്കം കാണുന്നത്. ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അനേകായിരം വർഷങ്ങളിലെ രാസപരിണാമത്തിന് വിധേയമാകുന്നതിന്റെ ഫലമായിട്ടാണ് പെട്രോളിയം രൂപപ്പെടുന്നത്. ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കടന്ന് അനേകായിരം വർഷങ്ങളിലെ രാസപരിണാമം നടന്നിട്ടാണ് പെട്രോളിയം രൂപപ്പെടുന്നത്. പെട്രോളിയത്തിലെ വിവിധ ഘടകങ്ങളെ വേർതിരിക്കുന്നത് എങ്ങനെയാണ്? അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചിട്ടാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്, ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പൊ പെട്രോളിയത്തിലെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിലെ വിവിധ ഘടകങ്ങളെ വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അംശിക സ്വേദനം വഴി. ഇതിനു മുമ്പ് നമ്മൾ സ്വേദനം കണ്ടിട്ടുണ്ട് അല്ലെ. സ്വേദനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ തിളനിലയുടെ വ്യത്യാസത്തില് അതിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതിയായിരുന്നു. ഇവിടെ അംശിക സ്വേദനമാണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. അതായത് തിളനിലയിൽ നേരിയ വ്യത്യാസമുള്ള വസ്തുക്കളെ, അതിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അംശിക സ്വേദനം ഉപയോഗിക്കുക. അംശിക സ്വേദന വേളയിൽ ലഭിക്കുന്ന വാതകങ്ങളെ അനുകൂല സാഹചര്യങ്ങളിൽ സാന്ദ്രീകരിച്ച് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് അംശിക സ്വേദനം നടക്കുമ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽ കടത്തിവിടും. ഈ ക്രൂഡ് ഓയില് എന്ത് ചെയ്യും എന്നറിയോ? ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്രൂഡ് ഓയില് ഇതിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതില് വ്യത്യസ്ത ഘടകങ്ങളുണ്ട് അല്ലെ. പെട്രോളും ഡീസലും അങ്ങനെ വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള തിളനിലയായിരിക്കും. അപ്പൊ ഓരോന്നും അതാതിന്റെ തിളനില എത്തുമ്പോ എന്ത് ചെയ്യും? ബാഷ്പീകരിക്കാൻ തുടങ്ങും, ആവിയാവാൻ തുടങ്ങും. ഈ ആവി അല്ലെങ്കിൽ ഈ ബാഷ്പം നമ്മൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? സാന്ദ്രീകരിക്കും, അതായത് കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അങ്ങനത്തെ ഘടകങ്ങള്? വ്യത്യസ്തമായിട്ടുള്ള വാതകങ്ങളുണ്ട്, പെട്രോൾ ഉണ്ട്, നാഫ്ത ഉണ്ട്, മണ്ണെണ്ണ ഉണ്ട്, ഡീസൽ ഉണ്ട്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉണ്ട്, ഫ്യൂവൽ ഓയിൽ ഉണ്ട്. അപ്പൊ ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് ടവർ എന്ന് പറയുന്നത് കേട്ടോ. അംശിക സ്വേദനത്തിലെ ഫ്രാക്ഷനേറ്റിംഗ് ടവർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അംശിക സ്വേദന വേളയിൽ ലഭിക്കുന്ന വാതകങ്ങളെ അനുകൂല സാഹചര്യങ്ങളിൽ സാന്ദ്രീകരിച്ച് കണ്ടൻസ് ചെയ്തിട്ട് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പാചകത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് അല്ലെ, LPG. പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. LPGയിലെ പ്രധാന ഘടകം അതേതാണ്? ആൽക്കൈൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബ്യൂട്ടൈൻ ആണ്. ആൽക്കൈനിൽ ഉൾപ്പെടുന്ന ബ്യൂട്ടൈൻ. എന്താ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ? ഇവിടെ ബ്യൂട്ടൈൻ ആണ് അല്ലെ. CH3 CH2 CH2 CH3, അതാണ് നമ്മുടെ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് 4 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 10 ഹൈഡ്രജൻ. 3 3 6 4 10 ഹൈഡ്രജൻ. അതായത് ഇവിടെ കണ്ടോ, എല്ലാത്തിലും എന്താണ്? സിംഗിൾ ബോണ്ട് ആണ് അല്ലെ. അപ്പൊ സിംഗിൾ ബോണ്ട് ആവുമ്പോ അത്തരത്തിലുള്ള ചെയിനിനെ നമ്മൾ വിളിക്കുക ആൽക്കെയിൻ എന്നാണ്. ആൽക്കെയിൻ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഈൻ ആവും, ആൽക്കീൻ ആവും. ഇനി ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലോ
ത്രിബന്ധനം ഉണ്ടെങ്കിലോ ആൽക്കൈൻ ആവും, YNE ആവും, ആൽക്കൈൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ആൽക്കെയിൻ ആണ്, ആൽക്കെയിൻ. ആൽക്കെയിൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബ്യൂട്ടെയിൻ ആണ് LPGയിലെ പ്രധാന ഘടകം. ബ്യൂട്ടെയിൻ, ബ്യൂട്ടെയിൻ വെരി ഇമ്പോർട്ടന്റ്, മറക്കരുത് കേട്ടോ. ഇനി അടുത്ത എന്താണ്? നമ്മുടെ അംശിക സ്വേദനത്തിലൂടെ കിട്ടുന്നത് എന്തൊക്കെയാ? വാതകങ്ങൾ. അതെന്തിനു ഉപയോഗിക്കുന്നു? ഗാർഹിക വ്യാവസായിക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് പെട്രോൾ ആണ്, അത് മോട്ടോർ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊന്ന് നാഫ്തയാണ്, അത് താപനിലയങ്ങളിലെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊന്ന് മണ്ണെണ്ണയാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഗാർഹിക ഇന്ധനമാണ്. ഡീസലോ? ഡീസൽ എഞ്ചിൻ ഇന്ധനമാണ്. പെട്രോളിയം ജെല്ലി, വാസലിൻ, അതുപോലെ ഗ്രീസ്, ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നേ? സ്നേഹകമായിട്ട്, ലൂബ്രിക്കന്റ് ആയിട്ടൊക്കെയാണ് ഉപയോഗിക്കുക അല്ലെ? ഗ്രീസ് ലൂബ്രിക്കന്റ് ആയിട്ട് സ്നേഹകമായി ഉപയോഗിക്കും, നമുക്കറിയാം. അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കും. ഇനി ഫ്യൂവൽ ഓയിൽ ഉണ്ട്, ഫ്യൂവൽ ഓയിൽ. ഫ്യൂവൽ ഓയിൽ തെർമൽ പവർ സ്റ്റേഷൻ, കപ്പലുകള്, വ്യാവസായിക ചൂളകള്, ബോയിലറുകൾ എന്നിവയിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഫ്യൂവൽ ഓയിലാണ്. ഇനി പാരഫിൻ വാക്സ്. പാരഫിൻ വാക്സോ? മെഴുക്, ബൂട്ട് പോളിഷ്, വാക്സ് പേപ്പർ, ടാർപോളിൻ ഷീറ്റ്, ഇതിന്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? പാരഫിൻ വാക്സ് ആണ്. ബിറ്റുമിൻ. ബിറ്റുമിനോ? റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന ഘടകമാണ് ബിറ്റുമിൻ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന ഘടകം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ബിറ്റുമിൻ എന്ന് പറയണം. ഓരോ ഹൈഡ്രോ കാർബണുകളിൽ അടങ്ങിയിട്ടുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. അടുത്തത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, കാർബൺ ചെയിനിന്റെ ഘടന. എന്തൊക്കെയാണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, കാർബൺ ചെയിനിന്റെ ഘടന എന്നിവ ഇന്ധനങ്ങളുടെ ഗുണങ്ങളെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പൊ ഇന്ധനങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതൊക്കെയാണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണവും അതുപോലെ കാർബൺ ചെയിനിന്റെ ഘടനയുമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കൽക്കരിയാണ്. കൽക്കരി അഥവാ കോൾ. പെട്രോളിയത്തെ പോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ഫോസിൽ ഇന്ധനമാണ്, ഫോസിൽ ഫ്യൂവൽ ആണ് എന്ത്? കൽക്കരി എന്ന് പറയുന്നത്. കൽക്കരി വർഷങ്ങൾക്ക് മുൻപ് മണ്ണിലകപ്പെട്ട സസ്യാവശിഷ്ടങ്ങളിൽ നടക്കുന്ന കാർബണൈസേഷന്റെ ഫലമായിട്ടാണ് കൽക്കരി ഉണ്ടാകുന്നത്. കാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ കാർബണായി മാറുക. സിമ്പിൾ ആയി പറഞ്ഞാല് ഒരു വസ്തുവില് കാർബൺ കൂടുതലാകുന്ന, ഒരു വസ്തു കാർബണായി മാറുന്ന പ്രക്രിയയാണ് കാർബണൈസേഷൻ എന്ന് പറയാം. നോക്കിയേ, വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും സസ്യാവശിഷ്ടങ്ങൾ കാർബണായി മാറുന്ന പ്രവർത്തനമാണ് എന്ത്? കാർബണൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കാർബണൈസേഷൻ എന്താണ്? വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും സസ്യാവശിഷ്ടങ്ങൾ കാർബണായി മാറുന്ന പ്രവർത്തനമാണ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നടക്കാൻ ഒരുപാട് വർഷങ്ങൾ വേണം കേട്ടോ. വർഷങ്ങൾ മണ്ണിൽ കിടന്നാലാണ് ഈ സസ്യാവശിഷ്ടങ്ങൾ കാർബണൈസേഷൻ നടന്നിട്ട് എന്താവുക? കൽക്കരിയാവുക. അപ്പൊ കൽക്കരിയുടെ വിവിധ രൂപങ്ങളും അവയിലെ കാർബണിന്റെ അളവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൽക്കരിയുടെ ഒരു രൂപമാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. അതിൽ 94% എന്തുണ്ട്? കാർബൺ ഉണ്ട്. 83% കാർബൺ ഉള്ള കൽക്കരിയുടെ ഒരു രൂപമാണ് ബിറ്റുമിനസ് കോള്. ഇനി 67% കാർബൺ ഉള്ള കൽക്കരിയുടെ ഒരു രൂപമാണ് ലിഗ്നൈറ്റ്. 57% കാർബൺ ഉള്ള കൽക്കരിയുടെ ഒരു രൂപം ഏതാണ്? പീറ്റ് ആണ്, പീറ്റ്. അപ്പൊ കൽക്കരിയുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് കോള്, ലിഗ്നൈറ്റ്, പീറ്റ്. ഓക്കെ അല്ലേ? ഇനി കൽക്കരിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. കൽക്കരിയുടെ ഉപയോഗങ്ങൾ: ഗാർഹിക വ്യാവസായിക ഇന്ധനമായിട്ട് എന്തുപയോഗിക്കുന്നു? കൽക്കരി ഉപയോഗിക്കുന്നു. കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് എന്നിവയുടെ നിർമ്മാണത്തിന് ആരെ ഉപയോഗിക്കുന്നുണ്ട്? കൽക്കരിയെ ഉപയോഗിക്കുന്നുണ്ട്. ബെൻസീൻ, നാഫ്തലിൻ, ഫീനോൾ തുടങ്ങിയ ആരോമാറ്റിക് സംയുക്തങ്ങളുടെ ഉറവിടമാണ് ഏത്? കൽക്കരി എന്ന് പറയുന്നത്. എന്താ ആരോമാറ്റിക് സംയുക്തം എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗാനിക് സംയുക്തമാണ്. അതിന് എന്തുണ്ടായിരിക്കും? സ്മെല്ല് ഉണ്ടായിരിക്കും, നല്ല അരോമ ഉണ്ടായിരിക്കും. അരോമ, സ്മെല്ലുള്ള സംയുക്തമാണ്. അതാണ് ബെൻസീൻ, നാഫ്തലിൻ, ഫീനോൾ ഒക്കെ. ഇതിന്റെയൊക്കെ ഉറവിടമാണ് എന്ത്? കൽക്കരി എന്ന് പറയുന്നത്. ഇനി സിന്തറ്റിക് പെട്രോൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. എന്താണ് സിന്തറ്റിക് പെട്രോള്? നമ്മൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ക്രൂഡ് ഓയിൽ ഇല്ലേ, അതിനെ ശുദ്ധീകരിച്ച് ലഭിക്കുന്ന ഒരു പെട്രോൾ ഉണ്ടല്ലോ, ഇതല്ല ഇത്. ഇതെന്താ? ഇത് പകരം
നമ്മുടെ കൽക്കരി, പ്രകൃതിവാതകം, ബയോമാസ് തുടങ്ങിയവയൊക്കെ രാസപ്രക്രിയകളിലൂടെ മാറ്റി നിർമ്മിക്കുന്ന ഇന്ധനമാണ് ഏത്? സിന്തറ്റിക് പെട്രോൾ എന്ന് പറയുന്നത്. അതായത് കൃത്രിമമായി നിർമ്മിക്കുന്നത് അല്ലെ, സിന്തറ്റിക് ആണ്. അതാണ് സിന്തറ്റിക് പെട്രോള്. സിന്തറ്റിക് പെട്രോള്. ഇപ്പൊ പെട്രോളിന് പകരം വാഹനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ക്രൂഡ് ഓയില് വളരെ കുറവുള്ള രാജ്യങ്ങളില്ലേ, അവരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ജർമ്മനിയില് ഈ രണ്ടാം വേൾഡ് വാറിന്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ജർമ്മനിയില് കൽക്കരിയിൽ നിന്ന് ഈ സിന്തറ്റിക് പെട്രോള് ഉണ്ടാക്കിയിരുന്നു. പിന്നെന്താ അവിടെ പറയുന്നത്? ചില വളങ്ങൾ, മരുന്നുകൾ, പെർഫ്യൂമുകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ കൽക്കരിയെ ഉപയോഗിക്കാറുണ്ട് എന്നും മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ പറയുന്ന നോക്കിയേ, LPGക്ക്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെ, അതിന് സ്വാഭാവികമായിട്ട് അങ്ങനെ ശക്തമായിട്ടുള്ള മണമൊന്നുമില്ല. പക്ഷേ നമുക്കിത് ലീക്കായാൽ അറിയണ്ടേ? ഇല്ലെങ്കിൽ അപകടമല്ലേ? അപ്പോ അതിന്റെ ചോർച്ച എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൽ എന്ത് ചേർക്കും? ഈഥൈൽ മെർക്യാപ്റ്റൈൻ. എന്താണ് ഈഥൈൽ മെർക്യാപ്റ്റൈൻ? ഒന്നുകൂടെ പറഞ്ഞേ, ഈഥൈൽ മെർക്യാപ്റ്റൈൻ എന്ന രാസവസ്തു ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് LPGക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള ഒരു മണമല്ലേ, ഒരു സ്മെല്ലില്ലേ? നമുക്ക് ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സ്മെല്ല് വരുന്നില്ലേ? ആ സ്മെല്ല് എന്താണ്? അത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് സ്വാഭാവികമായിട്ടുള്ളതല്ല. പകരം അതിൽ എന്ത് ചേർക്കുന്നുണ്ട്? ഈഥൈൽ മെർക്യാപ്റ്റൈൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ചേർക്കുന്നുണ്ട്. അതിന്റെ സ്മെല്ലാണത്. അപ്പൊ ഈ മണം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ ആളുകൾക്ക് ഉടൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പൊ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൽ ഉള്ള പ്രധാന ഘടകം ഏതായിരുന്നു? അത് ബ്യൂട്ടൈൻ ആണ്, മറക്കരുത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അത് പ്രകൃതിവാതകമാണ്. എന്താണ് പ്രകൃതിവാതകം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്? ഇതും ഒരു ഫോസിൽ ഇന്ധനമാണ്, ഫോസിൽ ഫ്യൂവൽ ആണ്. ഇത് പലപ്പോഴും പെട്രോളിയത്തിനോടൊപ്പം കാണപ്പെടുന്നുണ്ട്. നമ്മൾ കണ്ടു ആ പിക്ചറിൽ അല്ലെ, ആദ്യം തന്നെ പെട്രോളിന്റെ ഒപ്പം എന്ത് കാണുന്നുണ്ട്? പ്രകൃതിവാതകം കാണപ്പെടുന്നുണ്ട്. ഇതിലെ പ്രധാന ഘടകം, പ്രധാന വാതകം ഏതാണ്? മീഥെയ്ൻ ആണ്. മീഥെയ്ൻ. മലിനരഹിത വാഹന ഇന്ധനമായിട്ട് ഇന്ന് പല നഗരങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഉയർന്ന മർദ്ദത്തിലുള്ള മീഥെയ്ൻ വാതകമാണ് ഇതിലെ മുഖ്യ ഘടകം. അപ്പൊ CNGയിലെ മുഖ്യ ഘടകം ഏതാണ്? മീഥെയ്ൻ ആണ്. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. എന്നാൽ ദ്രവീകരിച്ച പ്രകൃതിവാതകത്തിനെയാണ് എന്ത് വിളിക്കുക? LNG എന്ന് വിളിക്കുക. ദ്രവീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവകമാക്കുക അല്ലെ, ദ്രാവകമാക്കുക. അങ്ങനെ ദ്രവീകരിച്ച പ്രകൃതിവാതകം, ലിക്വിഫൈഡ് ആക്കിയ നാച്ചുറൽ ഗ്യാസ്, അതിനെന്ത് വിളിക്കും? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പൊ അതിലെ മുഖ്യ ഘടകം ആര് തന്നെയാണ്? മീഥെയ്ൻ ആണ്. വളരെ കൂടിയ മർദ്ദത്തിൽ മീഥെയ്ൻ വാതകത്തെ ദ്രവീകരിക്കുക വഴിയാണ് LNG നിർമ്മിക്കുന്നത്. മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് കാർബൺ പുറന്തള്ളൽ, കാർബൺ എമിഷൻ കുറവായതുകൊണ്ട് ഇത് നമുക്ക് എന്താന്ന് പറയാം? പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണെന്ന് പറയാം. ഓക്കെ അല്ലേ? ഗെയിൽ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗെയില് എന്താ ഗെയില്? ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഈ പദ്ധതി പ്രകാരം ഇപ്പോൾ കേരളത്തിലും വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ട് ആര് ഉപയോഗിക്കുന്നുണ്ട്? LNGനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഗെയിലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. ന്യൂഡൽഹിയിലാണ്. അത് 1984 ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ് ഗെയിൽ ഉള്ളത്. അതല്ലാതെ തന്നെ നമ്മുടെ അദാനി ഗ്രൂപ്പിനൊക്കെ എന്തുണ്ട്? നാച്ചുറൽ ഗ്യാസിന്റെ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ ഉദ്ദേശം എന്താ? രാജ്യത്തുടനീളം നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. നാച്ചുറൽ ഗ്യാസ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആയിക്കോട്ടെ, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്താണുള്ളത്? മീഥെയ്ൻ ആണുള്ളത്. മീഥെയ്ൻ കണ്ടോ, മീഥെയ്ൻ. അതേസമയം LPGയിൽ എന്താണുള്ളത്? ബ്യൂട്ടൈൻ ആണുള്ളത്. മാറിപ്പോകരുത്. ഇനി അടുത്തത് വിവിധ തരം സെല്ലുകളാണ്. മറ്റൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്താണ്? വിവിധ തരം സെല്ലുകൾ. പ്രധാനമായിട്ടും 2 തരം സെല്ലുകളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പ്രൈമറി സെല്ല്, മറ്റൊന്ന് സെക്കൻഡറി സെല്ല്. എന്താണ് പ്രൈമറി സെല്ല്? പ്രൈമറി സെല്ലുകളിൽ രാസപ്രവർത്തന ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതോർജം ഉപയോഗിച്ചു കഴിയുമ്പോൾ സെല്ലുകൾ എന്താവും? നിർജീവമാവും.
സെല്ലുകൾ നിർജീവമാകും. ഇത്തരം സെല്ലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അറിയാലോ, ഏതാണ്? ഡ്രൈ സെല്ല്, ബട്ടൺ സെല്ല്, ഇതൊക്കെ നമ്മൾ കാണാറില്ലേ? ഇത് എവിടെയാ നമ്മൾ കണ്ടിട്ടുള്ളത്? ക്ലോക്കുകളിൽ സാധാരണയായിട്ട് കാണുന്നത് ഏതാണ്? അത് ഡ്രൈ സെല്ലാണ്, ഡ്രൈ സെല്ല്. പിന്നെ വാച്ചുകളില് നമ്മൾ ബട്ടൺ സെല്ല് കണ്ടിട്ടില്ലേ? വാച്ചുകളിലും കളിപ്പാട്ടങ്ങളിലും ഒക്കെ കാണുന്നതാണ്, ബട്ടൺ പോലെയുള്ളതാണ് എന്ത്? ബട്ടൺ സെല്ല് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയൊന്നും നമുക്ക് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. അതിലെ രാസപ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ സെല്ല് എന്താവും? നശിക്കും, നിർജീവമാകും. യൂസ് ആൻഡ് ത്രോയെ പറ്റുള്ളൂ. പിന്നെ അടുത്തതാണ് സെക്കൻഡറി സെല്ല്. സെക്കൻഡറി സെല്ല് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അത് സെക്കൻഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ സെക്കൻഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്കൻഡറി സെല്ല് ഏതാണ്? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെല്ലാണ്, ലെഡ് ആസിഡ് സെല്ല്. ഫ്ലാഷ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന നിക്കൽ കാഡ്മിയം സെല്ല്, ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി സെല്ലാണ്. സെക്കൻഡറി സെല്ല് എന്ന് പറയുമ്പോൾ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. പ്രൈമറി സെല്ല് എന്ന് പറയുമ്പോൾ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തില് അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന സെക്കൻഡറി സെല്ലുകളാണ് ഏത്? ലിഥിയം അയോൺ ബാറ്ററികൾ. കേട്ടിട്ടില്ലേ ലിഥിയം അയോൺ ബാറ്ററി? എവിടേക്കാ ലിഥിയം അയോൺ ബാറ്ററികൾ ഉള്ളത്? സ്മാർട്ട് ഫോണുകള്, ലാപ്ടോപ്പുകള് മുതൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വരെയുള്ള ഉപകരണങ്ങളുടെ ഊർജ സ്രോതസ്സാണ് ഏത്? ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത്. ലിഥിയം അയോൺ ബാറ്ററി. അപ്പൊ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിന് ചില ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഗുണങ്ങള്? അതിന് ഉയർന്ന ഊർജ സാന്ദ്രതയുണ്ട്, ദൈർഘ്യമേറിയ ആയുസ്സുണ്ട്, കുറഞ്ഞ സെൽഫ് ഡിസ്ചാർജ് നിരക്കാണ് അതിനുള്ളത്. അപ്പോ ഇതുകൊണ്ടാണ് അതിനെ നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇനി നോക്കിയേ, ബഹിരാകാശ പേടകങ്ങളിലെ ഊർജ സംവിധാനത്തിലെ ഒരു നിർണായക ഘടകമായിട്ടുള്ള ഉപഗ്രഹ ബാറ്ററി ആയിട്ടും എന്തുപയോഗിക്കും? ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കും. അപ്പോ ബഹിരാകാശ പേടകങ്ങളിലെ ഊർജ സംവിധാനത്തിലെ ഒരു നിർണായക ഘടകം ഏതാണ്? ഉപഗ്രഹ ബാറ്ററിയിലെ ഈ ഉപഗ്രഹ ബാറ്ററിയിൽ എന്താ ഉപയോഗിക്കുന്നത്? ലിഥിയം അയോൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതൊരു സെക്കൻഡറി സെല്ലാണ് എന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് ഇന്ധന സെല്ലുകൾ. ഇന്ധന സെല്ല്, ഫ്യൂവൽ സെല്ല്, ഫ്യൂവൽ സെല്ല്. ഹൈഡ്രജൻ, മീഥെയ്ൻ, മെത്തനോൾ തുടങ്ങിയ ഇന്ധനങ്ങളുടെ ജ്വലന ഫലമായിട്ടുണ്ടാകുന്ന രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഗാൽവാനിക് സെല്ലുകളാണ് ഇന്ധന സെല്ലുകൾ. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഗാൽവാനിക് സെല്ലുകളെ എന്ത് വിളിക്കും? ഇന്ധന സെല്ലുകൾ എന്ന് വിളിക്കും. ഇന്ധനം നൽകുന്നിടത്തോളം സമയം ഇത്തരം സെല്ലുകൾ തുടർച്ചയായിട്ട് പ്രവർത്തിക്കും. ഇന്ധനം നൽകുന്നിടത്തോളം ഈ സെല്ലുകൾ പ്രവർത്തിക്കും. ഉയർന്ന കാര്യക്ഷമതയോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് ഇന്ധന സെല്ലുകളുടെ മേന്മയാണ്. ഉയർന്ന കാര്യക്ഷമതയോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് ഇന്ധന സെല്ലുകളുടെ ഒരു മേന്മയാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാ നമ്മൾ ഇന്ന് പറഞ്ഞത്? ആദ്യം പെട്രോളിയം പറഞ്ഞു, അതിൽ നിന്ന് അംശിക സ്വേദനം വഴി ഘടകങ്ങളെ വേർതിരിക്കാം എന്ന് പറഞ്ഞു. LPG പറഞ്ഞു, അതിലെ പ്രധാന ഘടകം ഏതാണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് കണ്ടു? നമ്മള് കൽക്കരി കണ്ടു, പ്രകൃതിവാതകം കണ്ടു, കൽക്കരിയുടെ ഉപയോഗങ്ങൾ ഡിസ്കസ് ചെയ്തു. വിവിധ തരം സെല്ലുകളായിട്ട് ഏതൊക്കെയാണ്? പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, ഇന്ധന സെല്ല് അല്ലെങ്കിൽ ഫ്യൂവൽ സെല്ല് എന്നിവയെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. താങ്ക് യു.